ഡൽഹി വന്ന് ഫസ്റ്റ് ദിവസം തന്നെ കാണിച്ചു കൊടുത്ത വണ്ടി പറ്റും ചെയ്ത് ടോക്കൺ ചെയ്ത് ഡെലിവറിയും ചെയ്തിട്ടോ. കസ്റ്റമർക്ക് വണ്ടി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ റൂൾസ് വേറെയാണ്. അപ്പം ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടോ. കസ്റ്റമർ വണ്ടി കണ്ടേക്കിന് തന്നെ പറഞ്ഞു വണ്ടി ഇത് മതി, വേറെ നോക്കണ്ട. വണ്ടിന്റെ പെയിന്റ് ക്വാളിറ്റി വരെ നമ്മൾ കസ്റ്റമർ മുമ്പ് നിന്ന് ചെക്ക് ചെയ്ത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടോ. വണ്ടിന്റെ ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരല്ലോ, വണ്ടിന്റെ അടിഭാഗം വരെ ചെക്ക് ചെയ്തിട്ടാട്ടോ നമ്മൾ വാഹനം പർച്ചേസ് ചെയ്തത്. കസ്റ്റമർ വാഹനം ടെസ്റ്റ് ഡ്രൈവ് നടത്തിട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞാൽ സ്കാനർ വെച്ചില്ല ചെക്കിങ് ആട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് വാഹനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോക്കിയോ കാർസായിട്ട് ബന്ധപ്പെടുക, നമ്മൾ പേജ് ഫോളോ ചെയ്യുക. അങ്ങനെ എല്ലാ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഡെലിവറി എടുക്കണം, പേപ്പർ വർക്ക് ചെയ്യണം. ഇതാണ് വണ്ടി, സെഡ് ഓട്ടോമാറ്റിക് 2016 മോഡൽ കേട്ടോ. കസ്റ്റമർ ഇതാ, നിങ്ങളെ പേര് പറഞ്ഞോടക്കി. ശ്രീരാഗ്. നിങ്ങളെ പേര് പറഞ്ഞോടക്കി. നെബു. എന്താ നമ്മളെ ടോക്കിയോ കാർസ് ഡീൽ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്താ നിങ്ങൾക്ക്? ഒറ്റ വാക്ക്, അടിപൊളി. നിങ്ങളോ? സൂപ്പർ. ഒറ്റ വീഡിയോ മേൽ വന്നതാണ് ഞങ്ങള്, പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് വണ്ടി കണ്ടു, അടിപൊളി വണ്ടി തന്നു, വേറെ ഒന്നും പറയാനായിട്ടില്ല. ഇത് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ, ഒക്കെ എടുത്ത് നേരെ നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കസ്റ്റമർ നാട്ടിലേക്ക് പോകട്ടോ. അവർ പോണത് ഓൺ റോഡാണ്. വണ്ടി എടുത്ത് പോണ ആൾക്കാർക്ക് യാത്രാ വൈബും പാടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യും കേട്ടോ. ഇവിടുന്ന് കേരളം വരെയല്ല യാത്രാ എക്സ്പീരിയൻസും പാടെ കിട്ടുട്ടോ. കച്ചവടം ചെയ്യാന്നല്ല കേട്ടോ, ഓരോ കച്ചവടം ചെയ്യുമ്പോഴും നമുക്ക് ഓരോ സുഹൃത്തുക്കളും പാടെ കിട്ടുട്ടോ, ഓരോ ബന്ധങ്ങളും പാടെയാണ് നമുക്ക് കിട്ടണേ. പരിചയപ്പെട്ടതിൽ ഏറ്റവും ഒരു പൊളി മച്ചാനാട്ടത്. അങ്ങനെ ഇവര് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിട്ടോ. അപ്പൊ അടുത്തൊരു വാഹന വിശേഷമായിട്ട് നമുക്ക് ഇനിയും വരാം.